പല കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ പറുദീസയാണ്. അത്രത്തോളം സുരക്ഷിതമായ താവളങ്ങൾ കേരളത്തിൽ നിർമ്മിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എന്ന് വേണം പറയാൻ, ഞാറയ്ക്കലിൽ നിന്ന്, എറണാകുളം ഞാറയ്ക്കലിൽ നിന്ന് ഒരു ബംഗ്ലാദേശിയെ പിടിച്ചിരിക്കുന്നു. അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ക്ലീൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലുള്ള ബംഗ്ലാദേശികളെ, ഇവിടെ ഇല്ലാത്തവരെ, പൗരത്വമില്ലാത്തവരെയൊക്കെ പിടിക്കുന്ന ഒരു പദ്ധതിയിലോട്ടാണ് പോലീസ് എത്തിയതെങ്കിലും ഇതിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരമെന്നുള്ളത് ഈ അവസാനമായി പിടിക്കപ്പെട്ട 22 വയസ്സെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് ഇന്ത്യയുടെ ഒറിജിനൽ ആധാർ കാർഡ്, അതായത് കണ്ണും അവരുടെ നമ്മുടെ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ എല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ വച്ചുകൊണ്ടുള്ളൊരു ആധാർ കാർഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു നിയന്ത്രണവുമില്ലാണ്ട് വിഹരിക്കുന്നൊരു നാട് കൂടിയാണ് കേരളം. ഏകദേശം 60 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പലതരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വലിയൊരു സമൂഹം ഇവിടെ സുരക്ഷിത താവളമായി ഒരു തരത്തിലുമുള്ള ഐഡന്റിറ്റിയും ഇല്ലാതെ നുഴഞ്ഞു കയറി സ്വതന്ത്രമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രത്തോളം അപകടകരമാണെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസത്തേത്. ഇത് പോലീസ് പോലും ഞെട്ടിപ്പോയി. ഇയാളെ പിടികൂടിയപ്പോൾ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു. പോലീസ് ഈ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ ഇതിലെ വിവരങ്ങളെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. അത് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് പോലീസ് ഈ ആധാർ കാർഡും ഈ വ്യക്തിയെയും കൊണ്ട് ഒരു അക്ഷയ സെൻറ്ററിൽ പോയി. അവിടെ ചെന്ന് ഇയാളുടെ വിരലടയാളവും ഈ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ ഇംപ്രഷനും ഒക്കെ എടുത്തപ്പോൾ, ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ 100% യോജിക്കുന്നു. കൃത്യമായിട്ട് അയാൾ സമ്മതിച്ചു, ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ്, ഇവിടെ നുഴഞ്ഞു കയറിയതാണ്, ഞാൻ ജോലി അന്വേഷിച്ച് വന്നതാണ്, കുഴപ്പങ്ങൾക്കൊന്നും വന്നതല്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷേ പോലീസിനത് മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ നുഴഞ്ഞു കയറി വന്നയാൾ അനധികൃതമായ നുഴഞ്ഞുകയറ്റമാണിത്. ഇത് രേഖകൾ സഹിതം വിസ നേടി അങ്ങനെ മന്ത്രാലയം വഴി വന്നയാളല്ല. അപ്പോൾ പോലീസിന് എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്ക് കേരള പോലീസ് ഞെട്ടിത്തരിച്ചുപോയി. അവർ വളരെ പെട്ടെന്ന് തന്നെ ഉന്നതങ്ങളിലൊക്കെ അറിയിച്ചു, NIA പോലെയുള്ള ഏജൻസികളെയൊക്കെ അറിയിച്ചു. അവരെല്ലാവരും ഇപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയം, ഇതൊരു വലിയ നിയമപ്രശ്നവും കൂടിയായി മാറിയിരിക്കുകയാണ്. കാരണം ഒറിജിനൽ ആധാർ കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഒറിജിനൽ ആധാർ കാർഡ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഒറിജിനൽ പോലെ ഉണ്ടാക്കാൻ സാധിക്കും, ഒരിക്കലും. പക്ഷെ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ബയോമെട്രിക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡിൽ നിന്ന് അപ്പുറത്തേക്ക് ആധാർ കാർഡ്, നമ്മുടെ കണ്ണും വിരലടയാളവും ഒക്കെ പതിപ്പിച്ചു കൊണ്ടുവന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു വ്യാജരേഖ എന്നുള്ളതല്ല, ഒറിജിനൽ രേഖ തന്നെ ചമച്ചു എന്നുള്ളതാണ്. അല്ലെ, അത് എത്രത്തോളം നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏത് തീവ്രവാദികൾക്കും നമ്മുടെ നാട്ടിലെ പൗരനായി എവിടെ വേണമെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് എത്തുകയാണ്, അല്ലേ? പക്ഷേ എത്രത്തോളം ഈ ക്ലീൻ കേരള അല്ലെങ്കിൽ ഓപ്പറേഷൻ ക്ലീനൊക്കെ പറയുമ്പോഴും ഇത് എത്രയോ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പലതവണ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് തന്നെ കേരളത്തിൽ ഇവരുടെ സുരക്ഷിത താവളമാണെന്നുള്ള തരത്തിലുള്ള വലിയ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ കിട്ടിയതിനു ശേഷവും ഇവിടെ നിന്ന് കൊടും ഭീകരരെ പൊക്കിയൊരു നാടാണ് കേരളം, അല്ലെ? ഏറ്റവും കൊടും ഭീകരരെ ഇവിടെ വന്ന് NIA അടക്കമുള്ള സംഘം വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേടാണ്. അത്തരത്തിലൊരു പൗരത്വ പട്ടികയുടെ, NRCയുടെ ഒരു വലിയൊരു ആവശ്യകത എത്രത്തോളമാണെന്നുള്ളത് ഓരോ നാളുകൾ കഴിയും തോറും കേരളത്തിലൂടെ തെളിയിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അതിനെ എതിർക്കുന്നത്. പക്ഷേ ഇവിടെ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസ് ഉണ്ടാകുന്ന ഒരു നാടും കേരളമാണെന്ന് പറയാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം സ്ഥിതി ഗുരുതരമായിരിക്കുകയാണ് കേരളത്തിൽ. എന്തായാലും ലക്ഷങ്ങൾ, 1ഉം 2ഉം അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 1 ലക്ഷത്തോളം പേരുണ്ടെന്ന് പറയുമ്പോഴും 4 ലക്ഷത്തിലധികം പേരോളം സ്ഥിരീകരിക്കാത്ത പട്ടികയിലെ അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഒക്കെ ഇടയ്ക്ക് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിലുണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ വിഷയം, ഇപ്പോൾ പിടിയിലായ ഈ 22-കാരൻ, ഇയാൾക്ക് ഈ ആധാർ കാർഡ് ഒറിജിനൽ എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ സഹായം വേണം.
അല്ലാതെ ഇത് എടുക്കാൻ പറ്റില്ല. അയാൾ താമസിക്കുന്ന സ്ഥലത്തെ ജനപ്രതിനിധി അയാളെ സാക്ഷ്യപ്പെടുത്തണം. പക്ഷേ ഇതിപ്പോൾ ഇവർ അങ്ങനെയല്ല ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവർ നേരെ ഇറങ്ങിയത് ബംഗളൂരുവിലാണ്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ഈ ആധാർ കാർഡ് ഒറിജിനൽ എടുത്തിരിക്കുന്നത്. അവിടെയുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷം ഇവർ ഇവരുടെ സുരക്ഷിതമായ താവളമായി ഇവർ താമസിക്കാൻ വന്നതാണ് ഇങ്ങോട്ട് കേരളത്തിലേക്ക്. ഇവർ ആധാർ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എവിടെ നിന്നായിരുന്നാലും അതൊരിക്കലും അല്ലെ ഒരു പഴുത് നൽകാൻ പാടില്ലാത്തൊരു സംവിധാനമാണിത്. ഗുരുതരമാണ്. ഇപ്പോ പറഞ്ഞല്ലോ, ഇയാൾക്ക് മുമ്പ് 34 പേർ പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ ഈ ഓപ്പറേഷൻ ക്ലീൻ പോലീസിന്റെ 27 പേരുള്ള ഒരു സംഘം. അതിനു മുമ്പ് ഒരു 7 പേര്, ഒരു തസ്ലീമ ബീഗം എന്നൊരു സ്ത്രീയെ പെരുമ്പാവൂരിലെ ബംഗാൾ കോളനിയിൽ നിന്ന് പിടിച്ചതാണ് തുടക്കം. അവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് മറ്റുള്ളവരെല്ലാം പിടിയിലാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റുബീന, കുൽസു അക്തർ തുടങ്ങിയ 2 സ്ത്രീകൾ, 2 വളരെ ചെറുപ്പക്കാരികളാണ്, 20 വയസ്സും 23 വയസ്സേ ഉള്ളൂ. ഇവർ പിടിയിലായി. അതുപോലെ ഈ തസ്ലീമ ബീഗത്തിനോടൊപ്പം വേറൊരു വ്യക്തി കൂടി പിടിയിലായിട്ടുണ്ട്. അവരുടെ കൂടെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഒരു പുരുഷ സുഹൃത്ത് കൂടെ പിടിയിലായിട്ടുണ്ട്. മറ്റൊരു സുഹൃത്ത് ബാംഗ്ലൂർ വെച്ച് ഇവരെ പിരിഞ്ഞ് മറ്റെങ്ങോട്ടോ പോയി. അയാൾ എവിടെയാണെന്ന് അറിയില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത് ഈ പറഞ്ഞതുപോലെ ഇവരേതോ വിധത്തിൽ അധികൃതരെ സ്വാധീനിച്ച്, ജനപ്രതിനിധികളെയൊക്കെ സ്വാധീനിച്ച് ഇങ്ങനെ ഈ ആധാർ കാർഡ് ഒറിജിനൽ എടുത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ അവരുടെ ബയോമെട്രിക് വിവരങ്ങളെല്ലാം കൊടുത്ത്, താൽക്കാലിക അഡ്രസ്സൊക്കെ കൊടുത്ത് ആധാർ കാർഡ് സംഘടിപ്പിച്ചിരിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏജൻസി തന്നെ ഉള്ളതുപോലെയാണ്. ഇപ്പോൾ നമുക്ക് വിദേശത്ത് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ളതും വിദേശത്തും തന്നെ നമ്മുടേതായിട്ടുള്ള ഏജൻസികൾ ഉള്ളതുപോലെ ഇവിടെ കേരളത്തിൽ ഈ മുനമ്പം വിഷയം എടുത്താൽ അത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള അതായത് ഒരു കുറച്ചു പേർ ഈ ജനപ്രതിനിധികൾ ഒരു പക്ഷേ അതിൽ ഭാഗമായിരിക്കാം അല്ലെ, അത്തരത്തിലുള്ളവർ അതിന്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവരെ ഇവിടെ എത്തിക്കാനും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരുപക്ഷെ ഇവർക്ക് പോലും അറിയില്ലായിരിക്കാം. അവർ കരുതുന്നത് ചിലപ്പോൾ ഒരു നല്ല പ്രവൃത്തിയെന്ന്, അല്ലെ അവർക്ക് ജോലിക്ക് വേണ്ടി വരുന്നു, കുടിയേറ്റക്കാർ അവർ വന്ന് ജോലി ചെയ്തിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്നൊരു ഉദ്ദേശത്തിലായിരുന്നാൽ പോലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിരവധി ത്രെഡ്സ് ഉള്ള രാജ്യമാണ്. സുരക്ഷാ പ്രശ്നങ്ങളുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് തന്നെ എപ്പോഴും വെല്ലുവിളികളും ഭീഷണികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് കേരളം ഒരു രാജ്യത്തോട് ചെയ്യുന്ന ഒരു ചതിയൂടെയാണത് എന്ന് പറയേണ്ടി വരും അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ, നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരം സുരക്ഷ കൊടുക്കേണ്ട, പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട, രാജ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ട സംവിധാനങ്ങളുടെ വീഴ്ചയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസാമിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ 100 കണക്കിന് ആൾക്കാർ പിടിയിലാകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എണ്ണം കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ളത്, പ്രത്യേകിച്ച് ഈ ബംഗാൾ, ആസാം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ഉള്ളത് കേരളത്തിലാണ്. അവിടെ തന്നെ അവർക്ക് അവരുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയ ഇത്തരം ആൾക്കാർ കൂടെ ഉണ്ട്. അതുമാത്രമല്ല, മറ്റൊരു വിവരം പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നത്, ഈ ബംഗ്ലാദേശിലും മറ്റും ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ഒളിച്ചു കടന്ന് അതിർത്തി കടന്ന് ബംഗാളിൽ വരുന്നു. ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ബംഗളൂരുവിലെത്തി അവിടെ നിന്നോ വ്യാജരേഖകൾ നിർമ്മിച്ച് അവർ കേരളത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിലുള്ള പലരെയും നമുക്ക് പല സംഭവങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നടന്ന പല കുറ്റകൃത്യങ്ങളിലും അറസ്റ്റിലായത് ഈ പറഞ്ഞതുപോലെ അന്വേഷിച്ച് വരുമ്പോൾ ബംഗാളിയല്ല, അതൊരു ബംഗ്ലാദേശുകാരനാണ് എന്നുള്ളത്. ഇത് നമ്മുടെ വീട്ടുടമകളെ സംബന്ധിച്ച്, അതായത് നമ്മുടെ നാട്ടിൽ പലരും പറയുന്നുണ്ട് ഈ വാടകയ്ക്ക് കൊടുക്കുന്നവരെ കൂടെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ കുറ്റവാളികൾ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും അവരുടെ കൈകടത്തിലുണ്ട്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നിർമ്മാണ മേഖലയിലായിരുന്നാലും മറ്റേത് മേഖലയിലായിരുന്നാലും ഇവരുടെ സേവനം നമുക്ക് അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞത് നമ്മുടെ തന്നെ കുറ്റം കൊണ്ടും കൂടെയാണ്. നമുക്ക് ജോലി ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ മറ്റ് വൈറ്റ് കോളർ ജോബിനോടാണ് കൂടുതൽ താല്പര്യം എന്ന തരത്തിലൊക്കെ അവർ നുഴഞ്ഞു കയറി. ഇപ്പോൾ അതൊരു ഡെയിലി ഒരു പ്രോസസ്സായി മാറി, അതൊരു ദിനചര്യയാണ്. കേരളത്തിൽ ഒരു മണലെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയണമെങ്കിലോ ബംഗാളികൾ എന്നുള്ളത് അവിടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമായി മാറി. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വീടെടുത്ത് താമസിക്കേണ്ട ആവശ്യകതയുണ്ട്, നമുക്കത് പിന്തുണയ്ക്കേണ്ട ആവശ്യകതയും ഉണ്ട്. അവിടെ ഇവർ കൊണ്ടുവരുന്ന ID കാർഡ്, അത് ചിലരുടെ കയ്യിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബംഗളൂരുവിൽ നിന്ന് ചിലർ പേരെങ്കിലും ഇത് ID കാർഡ് ഉണ്ടാക്കാതെയും കയറുന്നുണ്ട്. അതായത് വ്യാജരേഖകൾ ചമയ്ക്കാതെ തന്നെ ഇവർ ഡയറക്റ്റ് ആയിട്ട് കയറി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വിഹരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ഈ കൊടുക്കുന്ന കോൺട്രാക്ടർ, അവരെയാണ് നമ്മൾ ഏറ്റവും, അതായത് ജോലി കൊടുക്കാനായിട്ട് ഇവർ വിളിക്കുന്ന കോൺട്രാക്ടർ, ഈ വീട്ടുടമകൾ, ഇവരാണ് കൃത്യമായി അത് പരിശോധിക്കേണ്ടതെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി കൂടി അവിടെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇവർ മാത്രമല്ല കുറ്റക്കാർ, നമ്മുടെ പോലീസ് സംവിധാനം,
നമ്മുടെ നാട്ടിലെ മറ്റ് ഈ പൗരന്മാരുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു വകുപ്പുകൾ ഇവർക്കെല്ലാവർക്കും ഈ ഒരു വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം എത്ര പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് നമ്മുടെ കൈവശമില്ല. തീർച്ചയായും അത് കോമഡി അതല്ല, നമ്മുടെ ഇവിടുന്ന് വിദേശത്ത് പോയവരുടെ കണക്ക് പോലും അവിടെ നിന്ന് ടാക്സ് കൃത്യമായി വാങ്ങിക്കുന്ന വിദേശികൾ എവിടെയൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്നതിൻ്റെ കണക്ക് പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മുടെ എന്താണ് 100% സാക്ഷര കേരളം എന്ന് പറയുന്നത്. അവിടെയാണ് വീണ്ടും പുറത്തു നിന്ന് ഇവിടെ പാർക്കുന്നവരുടെ കണക്കില്ല എന്നുള്ളത് അതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല. എങ്കിലും ഇത് വർഷങ്ങളായിട്ട് ഇത് കണക്കില്ല എന്നുള്ള കാര്യം എത്രത്തോളം ഒരു സുരക്ഷാ പ്രശ്നത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. വലിയ വീഴ്ചയാണ്. വലിയ തോതിലുള്ള ഭീഷണിയുണ്ട്, വെല്ലുവിളിയുണ്ട്. ഇനിയെങ്കിലും കേരളം ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നാട് കുട്ടിച്ചോറാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികളും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണർന്ന് പ്രവർത്തിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ.